ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ എന്താ ഇങ്ങനൊരു വീഡിയോ ചെയ്തിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? വേറെ ഒന്നുമല്ല, ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി, അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. എന്തോ ഒരുപാട് കാലമായിട്ട് ആഗ്രഹമുണ്ട് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഇതുവരെ അതിന് പറ്റിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നാമതായിട്ടുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്കിങ്ങനെ സംസാരിക്കാനോ കാര്യങ്ങൾക്കൊന്നും. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഒരു 2 വർഷത്തിൻ്റെ മുകളിലായിട്ടുണ്ടാകും. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാവിധ പോരായ്മകളും ഈ ഒരു വീഡിയോക്ക് ഉണ്ടാവും ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി എന്താ പറയുക, വീഡിയോ ഞാൻ ഒരു ഇതിലങ്ങോട്ട് എടുത്തു. ഇനി ഇത് പോസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതൊക്കെ ഇത് എടുത്തിട്ട് പിന്നെ ഉള്ളൂ കേട്ടോ ആലോചിക്കുക. അപ്പോൾ എന്താ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിക്കണേന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. വേറെ ഒന്നും ഉണ്ടല്ല കേട്ടോ, എനിക്ക് നമ്മൾ ഈ ഒരു വർഷം കഴിയുകയാണല്ലോ, 2024 കഴിയുകയാണ്. ഇനിയിപ്പോൾ ഡിസംബർ ഇന്ന് 30-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ നാളത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു വർഷം കഴിഞ്ഞു. അപ്പോൾ പുതിയൊരു വർഷം എങ്ങനെയാണ്, എന്താണ്, നമ്മളൊക്കെ ഉണ്ടോ ഇല്ലേ ഒന്നും അറിയൂല. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് സന്തോഷങ്ങളാണോ നമ്മളെ കാത്തിരിക്കുന്നത്, ഒരുപാട് സങ്കടങ്ങളാണോ നമ്മളെ കാത്തിരിക്കുന്നത്, ഒന്നും അറിയൂല. അപ്പോൾ അങ്ങനെ ഒരു വർഷം തന്നെയായിരുന്നു അല്ലേ നമ്മുടെ ഈ 2024 നമ്മളിലേക്ക് വന്നത്. പക്ഷെ എത്ര പെട്ടെന്നല്ലേ ഇപ്പോൾ വർഷമൊക്കെ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു 2024 കഴിയുമ്പോൾ എനിക്ക് തോന്നി ഇങ്ങനൊരു വീഡിയോ ചെയ്യുക. ഈ 2024 എൻ്റെ ഒരു ലൈഫ് ജേണി എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് പറയാ എന്ന് വിചാരിച്ചു കേട്ടോ. ഒന്നുമല്ല, നമുക്ക് നമ്മുടെ ഈ ഒരു 2024 എങ്ങനെയായിരുന്നു എന്നുള്ളത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകുമല്ലോ കുറേ വർഷം കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഫോണിൽ യൂട്യൂബിലൊക്കെ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ 2024 എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ എൻ്റെ 2024 എങ്ങനെയായിരുന്നു, എൻ്റെ എന്തൊക്കെ സന്തോഷങ്ങൾ, എന്തൊക്കെ സങ്കടങ്ങൾ അങ്ങനെയൊക്കെ വന്നിക്കണു എന്നുള്ളത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതുവരെയും ഞാൻ വെറും കുക്കിങ്, ക്ലീനിങ്, വീട്ടിലെ വിശേഷങ്ങൾ അങ്ങനെയുള്ളത് മാത്രമേ ഞാൻ ഷെയർ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുക എന്നുള്ളത് വിചാരിച്ചപ്പോൾ എന്തോ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനും. എന്തായാലും അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ 2024 എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകും, ഒരുപാട് സന്തോഷങ്ങളുണ്ടാകും. ചിലർക്ക് എന്താ പറയുക, ഭയങ്കര പ്രയാസം, ബുദ്ധിമുട്ട്, അങ്ങനെ പല വിധത്തിലും പലർക്കും ഉണ്ടാകും. എൻ്റെ 2024 സ്റ്റാർട്ടിങ് തന്നെ ജനുവരി മുതൽക്കുള്ള കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. എനിക്ക് ഈ ഒരു 2024 എന്ന് പറയുന്നത് അത്രക്കും സന്തോഷമുള്ളൊരു വർഷമായിരുന്നു കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സന്തോഷകരമായ കാര്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ പറയുക, അധികം സങ്കടങ്ങൾ വന്നിട്ടില്ല ഈ ഒരു 2024. എനിക്ക് അങ്ങനെ ഒരുപാട് കരയേണ്ടി വരിക, ഒരുപാട് ബുദ്ധിമുട്ട്, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഈ 2024 ഉണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പെഷ്യലും കൂടിയാണെന്ന് പറയില്ല. നമുക്ക് സങ്കടങ്ങൾ തരുന്ന വർഷങ്ങൾ നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കൂലല്ലോ. സന്തോഷങ്ങൾ തരുന്ന വർഷങ്ങൾ നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും മറക്കൂല എന്നും പറയില്ലേ, അതുപോലെയായിരുന്നു കേട്ടോ ഈ ഒരു 2024. ഫസ്റ്റത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 2024 ജനുവരിയിലാണ് നമ്മളുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയത്. അപ്പോൾ ഈ ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആയത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം തന്നെ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ ചാനലിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാൻ പറ്റും, നമ്മൾ ചാനൽ തുടങ്ങി 1 ഇയർ ആവുന്നതിൻ്റെ ഉള്ളിൽ 4000 മണിക്കൂറും അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സും ആവണം. എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ 1 ഇയർ ആവുന്നതിൻ്റെ ഉള്ളിൽ എനിക്ക് 4000 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വർഷം നവംബർക്കോ ഒക്കെ ആയിട്ട് 2023 നവംബറിലൊക്കെ ആയിട്ട് ഒരു വർഷം ആയി. ഈ ഒരു വർഷം തികഞ്ഞു കഴിഞ്ഞാൽ 4000 മണിക്കൂർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വാച്ച് അവർ കുറയാൻ തുടങ്ങും. എത്രയാണോ വാച്ച് അവർ ഉണ്ടായിരുന്നത്, എനിക്കൊരു 3000 സംതിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3500 ആണെന്നുണ്ടെങ്കിൽ അതിന്ന് കുറയാൻ തുടങ്ങും. നമ്മൾ ഡെയിലി വീഡിയോ, പിന്നെ അത്രയും വ്യൂസ് വന്ന് അത് 4000ക്ക് അങ്ങോട്ട് എത്തിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക്
അതിന് കുറച്ച് കഷ്ടപ്പാടാണ് വ്യൂസ് കുറയാൻ തുടങ്ങിയത്, പിന്നെ വ്യൂസ് ആയി കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടുങ്ങാണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു ടൈമിൽ നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വാച്ച് അവർ കുറയാൻ തുടങ്ങി. ഓരോ ദിവസം എടുത്ത് നോക്കുമ്പോഴും ഇന്ന് വാച്ച് അവർ കൂടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാച്ച് അവർ കുറഞ്ഞിട്ടുണ്ടാകും. അങ്ങനത്തെ ബുദ്ധിമുട്ട് നല്ല പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ പറയുക, ഡെയിലി വീഡിയോസും ഷോർട്സും അങ്ങനെയൊക്കെ ഇടാൻ തുടങ്ങി. അങ്ങനെ ഇടാൻ തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് എന്താ പറയുക, വാച്ച് അവർ കംപ്ലീറ്റ് ആയി കിട്ടി. ചാനൽ മോണിറ്റൈസേഷൻ ആയത് 2024 ജനുവരിയിലാണ് കേട്ടോ. പിന്നെ ജനുവരിയിൽ അങ്ങനെ മോണിറ്റൈസേഷൻ കാര്യങ്ങളും അങ്ങനെയൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരുപാട് സന്തോഷമായിരുന്നു കേട്ടോ. നമുക്ക് ഡോളറും കാര്യങ്ങളൊക്കെ കയറാൻ തുടങ്ങി. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പൈസ കിട്ടാൻ തുടങ്ങിയോ, എന്നെ കാണുമ്പോഴായിക്കോട്ടെ, കമൻറ്റിലായിക്കോട്ടെ, മെസ്സേജിലായിക്കോട്ടെ ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് തുടങ്ങിയോ എന്നുള്ളത്, എന്താ പറയുക, പൈസ കിട്ടാൻ തുടങ്ങിയോ എന്നുള്ളത്. പൈസ എൻ്റെ കയ്യിൽ കിട്ടാൻ തുടങ്ങിയിട്ടില്ല, പക്ഷേ ഡോളർ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ 2024 ജനുവരി അങ്ങനെ പോയി. പിന്നെ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ഈ ഫെബ്രുവരി മാർച്ച് എന്നുള്ളത് എന്ന് പറയുന്നത് ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു മാസമായിരുന്നു കേട്ടോ. കാരണം ഫെബ്രുവരിയിലായിരുന്നു എന്താ പറയുക, കാക്കുവിൻ്റെ അനിയൻ്റെ മാരേജും കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ ബിസിയും കാര്യങ്ങളും, അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനൽ സ്റ്റേജായിരുന്നു നമ്മളുടെ വീട് പണി. അങ്ങനെ മാർച്ച് ഫുൾ ബിസി ആയിരുന്നു, പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കേട്ടോ. അങ്ങനെ ഫെബ്രുവരി മാർച്ച് കഴിഞ്ഞ് ഏപ്രിലാണ് നമ്മൾ 2024 ഏപ്രിലിൽ സ്റ്റാർട്ടിങ്ങിലാണ് കേട്ടോ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മീൻസ് ഏപ്രിൽ സ്റ്റാർട്ടിങ്ങിലല്ല, 2024 തുടങ്ങുന്ന 4 മാസമായപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വീടിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീടിരിക്കലിൻ്റെ ഒന്നും ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രത്തോളം ബിസി ആയി പോയിട്ടുണ്ടായിരുന്നു. ഓരോ പുതുതായിട്ട് വീടിരുന്നവർക്കും അറിയാൻ പറ്റും നമ്മൾ എത്രത്തോളം നമ്മളുടെ വീടിരിക്കലിൻ്റെ ടൈമിൽ ബിസിയായി പോകുന്നു എന്നുള്ളത്. ഊണില്ല ഉറക്കല്ല എന്നുള്ളൊക്കെ ഒരവസ്ഥ ഉണ്ടാവില്ലേ, ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ നമ്മളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു വീടിരിക്കലിൻ്റെ കാര്യങ്ങൾ. അങ്ങനെ ഏപ്രിലിൽ നമ്മൾ വീടിരുന്നു. മാഷാ അല്ലാ, എന്താ പറയുക, സ്വന്തമായിട്ട് വീടുണ്ടാക്കി അതിൽ വീടിരിക്കുക, നമ്മളാ വീട് കൊണ്ടുനടക്കുക, ഇതൊക്കെയെന്ന് പറഞ്ഞത് പടച്ചോൻ തരുന്നൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്ന ഒരാളാണ് കേട്ടോ. കാരണം വീട് വാർപ്പോ അല്ലെങ്കിൽ ഓടോ അതിലൊന്നും അല്ല കേട്ടോ. പക്ഷെ നമുക്ക് എന്ന് പറഞ്ഞെങ്ങാണ്ട് സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്നത് ആരുടെയും, നമുക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മക്കൾ എന്നുള്ളൊരു ഓപ്ഷനായിരിക്കും ഫസ്റ്റ് ഉണ്ടാവുക. ആ ഒരു ആഗ്രഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നിച്ച് കാണുന്ന ഒരു സ്വപ്നം എന്ന് പറയുന്നത് വീടായിരിക്കും. അപ്പോൾ ആ ഒരു വീട് എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് വീടിരിക്കുക. കാരണം നമ്മളുടെ ഈ വീട് പണി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഒരു 4 വർഷമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ 4 വർഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീട് പണി എടുക്കുക അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മൾ ഓരോ കുറി പറയില്ല, ചിട്ടി അങ്ങനെയൊക്കെ കൂടും. എന്നിട്ട് പിന്നെ എന്താ പറയുക ഒരു കുറി കൂടും. എന്നിട്ട് പിന്നെ തറപ്പണി കഴിച്ചു. പിന്നെ 2 വർഷം ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ പടവൊക്കെ തുടങ്ങി ചുമരൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വാർപ്പ്, തേപ്പ്, വയറിങ് അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നിലംപണി, പെയിൻറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മളുടെ വീട് പണി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കിട്ടിയൊരു വീട് നമ്മൾ ആഗ്രഹിച്ച് ഇപ്പോൾ ഈ 4 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ അതിലേക്ക് ഇരിക്കുക ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരിക്കും നമ്മൾ. അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് നമ്മളായിരിക്കണ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം ഒരിക്കലും മറക്കൂല എന്ന് പറയില്ല. അത്രത്തോളം സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ സ്വന്തമായിട്ടൊരു വീട്, ആ വീട്ടിലേക്ക് ഇരിക്കുക എന്നൊക്കെ പറയുന്നത്. അങ്ങനെ മാഷാ അല്ലാ അൽഹംദുലില്ലാ അള്ളാൻ്റെ ഇതുകൊണ്ട് നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറി. ഇപ്പോൾ ഒരു 8-9 മാസമൊക്കെ ആയിട്ടുണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല എത്ര മാസം, എന്തായാലും ഒരു 8-9 മാസമൊക്കെ ആയിട്ടുണ്ടാവുമായിരിക്കും നമ്മൾ വീടിരുന്നിട്ട്. അൽഹംദുലില്ലാ ഇതുവരെയും നമുക്ക് ഈ ഒരു വീട്ടിൽ സന്തോഷവും സമാധാനവും റഹ്മത്തും ബർക്കത്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിന്
എത്ര അള്ളാഹുവിനോട് സ്തുതിച്ചാലും പറ്റൂല എന്ന് പറയില്ലേ, മതിയാവൂല എന്ന് പറയില്ലേ, അത്രത്തോളം അൽഹംദുലില്ലാ എന്ന് പറയും കേട്ടോ. കാരണം നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നും നമുക്ക് ഇതുവരെ പടച്ചോൻ ഈ ഒരു വീട്ടിൽ തന്നിട്ടില്ല. സന്തോഷം മാത്രമേ തന്നിട്ടുള്ളൂ. ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിഞ്ഞുകൂടാനുള്ളൊരു ഭാഗ്യം നമുക്ക് ഈ ഒരു വീട്ടിൽ ഉണ്ട്. അത് ഈ 2024 ആണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പിന്നെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ മാസമാണ് നമ്മൾ 4000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതും എന്നെ സംബന്ധിച്ചിട്ട് വലിയൊരു അച്ചീവ്മെൻ്റാണ് കേട്ടോ. കാരണം യൂട്യൂബ് ചാനലുള്ള ഓരോരുത്തർക്കും അറിയാൻ പറ്റും, ഓരോ സബ്സ്ക്രൈബേഴ്സും കൂടുന്നതും നമ്മളെ സംബന്ധിച്ചിട്ട് എത്രത്തോളം സന്തോഷം തരുന്നതാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും കേട്ടോ. കാരണം ഇപ്പോൾ നമ്മളൊരു 100, ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുണ്ടായിരുന്നത് 100 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴായിരിക്കും. സാധാരണ എല്ലാവരും 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുക. കാരണം ആ വാച്ച് അവറും 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആവുക എന്നൊക്കെ പറയുമ്പോൾ അതായിരിക്കും എല്ലാവരും ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുക. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയത് 100 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴാണ്. ആ ഒരു 100 സബ്സ്ക്രൈബേഴ്സ് അതിന് ശേഷമാണ് ഞാൻ മറ്റുള്ളവരിലോട്, എനിക്കറിയാവുന്നവരോട് പോലും സബ്സ്ക്രൈബ് ചെയ്യുണ്ടു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. ഈ 1000 സബ്സ്ക്രൈബേഴ്സിൽ ഒരു 10-200 ആൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്തോലുണ്ടാവുക. പിന്നെ ഓരോരുത്തർ പറഞ്ഞറിഞ്ഞ് അങ്ങനെ പിന്നെ അല്ലാതെ വന്ന എന്തായാലും ഒരു 2000 സംതിങ് 3000 സബ്സ്ക്രൈബേഴ്സോളം നമുക്ക് ആയിട്ടുള്ളത് എന്താ പറയുക, ഈ നമ്മളുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് വന്നവരാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ എന്താ പറയുക 3000 സബ്സ്ക്രൈബേഴ്സ് ഈ 2024 ജൂണിലാണ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ജൂണ് കഴിഞ്ഞ് പിന്നെ നവംബറിലാണ് 4000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ 5K ആവാനായിട്ടുണ്ട്. അതും ഞാൻ ഈ ഒരു ഡിസംബർ, ഈ ഒരു വർഷം കഴിയുന്നതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഡെയിലി വീഡിയോസ് ഇടും, ഷോർട്സ് ഇടും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ ആഗ്രഹിക്കണമൊക്കെ നടന്നോളണമെന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ടായിരിക്കും 5000 സബ്സ്ക്രൈബേഴ്സ്ക്ക് ഇനി അധികമൊന്നുമില്ല കേട്ടോ, നടന്നെടുക്കാനായിക്കണമെന്ന് അറിയില്ലേ, അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളുടെ 5000 സബ്സ്ക്രൈബേഴ്സ് ആവാനുള്ള ആ ഒരു മൊമെൻറ്റിന് വെയിറ്റിംഗ് ആണ് ഇനിയിപ്പോൾ എന്ന് പറയുന്നത്. പിന്നെ അതൊക്കെയാണ് കേട്ടോ എനിക്ക് 2024 എന്താ പറയുക കിട്ടിയിട്ടുള്ള. നിങ്ങളെ സംബന്ധിച്ചിട്ട് ഇതൊക്കെ വലിയൊരു കാര്യമാണോ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് അതൊക്കെ വലിയൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾക്ക് അതിന്ന് ഒരു സക്സസ് ഉണ്ടാവുക, അതുപോലെ തന്നെ അതിന്നൊരു നമുക്ക് മനസ്സിന് ഹാപ്പിനെസ് ഉണ്ടാവുക. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇതേപോലെ ഇഷ്ടമാണ്, വീഡിയോസ് ഡെയിലി കാണാറുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളിങ്ങനെ വിചാരിക്കും, നമ്മൾ വീഡിയോസൊക്കെ ഇപ്പോൾ ഡെയിലി കാണാൻ നമ്മൾ പാരാ അങ്ങനെയൊക്കെ വിചാരിക്കും കേട്ടോ. കാരണം നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ ഇരുന്ന് കാണുമ്പോൾ ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് വ്യൂസ് ഉള്ള യൂട്യൂബേഴ്സ് ഉണ്ടാവുന്നതിൻ്റെ ഇടയിൽ ഈ കുഞ്ഞു യൂട്യൂബറായ ഇന്നെ ഡെയിലി വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ചോദിച്ചു വരിക അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക 2024 എൻ്റെ സന്തോഷങ്ങൾ അതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ എനിക്ക് സങ്കടം എന്ന് പറയാൻ മാത്രമുള്ള സങ്കടമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എനിക്ക് മിസ്സിങ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്കുവിന് ഭയങ്കരമായിട്ട് മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം കാക്കു ഈ 2024 ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ജോലി മാറിയിട്ടുണ്ടായിരുന്നത്. ആദ്യം കാക്കു വേറെ സ്ഥലത്തായിരുന്നു, ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് കാക്കു 2024 കേട്ടോ മാറിയിട്ടുള്ളത്. നമ്മൾ വീടിരിക്കലിൻ്റെയൊക്കെ കുറച്ച് മുമ്പായിട്ട് ഫെബ്രുവരിയിലോ ജനുവരിയിലോ ഒക്കെ ആയിട്ടാണ് കാക്കു മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടേക്ക് മാറിയതിന് ശേഷം കാക്കു ഭയങ്കര ബിസിയാണ്. കാക്കുവിന് അങ്ങനെ ഒരുപാട് ലീവോ കാര്യങ്ങളോ ഒന്നും കിട്ടൂല. ഒരു 4 ദിവസം 5 ദിവസമൊക്കെ ലീവ്, അതും ഇപ്പോൾ കുറേ ആയി അത്രയും ലീവ് കിട്ടിയിട്ട്. അല്ലെങ്കിൽ ഇന്ന് വരിക നാളെ പോവുക അത്രയൊക്കെ ലീവേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കാക്കു ആദ്യം നിന്നിരുന്ന ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാക്കു 15 ദിവസം 20 ദിവസം ചിലപ്പോൾ 22 ദിവസം ഒക്കെ നാട്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നാട്ടിൽ ഹസ്ബൻഡ് ഇല്ലാത്തവർക്ക് മനസ്സിലാകും ഇങ്ങനെ ലീവിന് വരുന്നതിൻ്റെ സന്തോഷം എത്രത്തോളാണെന്നുള്ളത്.
അപ്പോൾ ഈ ഒരു 2024 കാക്കുവിനെ കൂടുതൽ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ പുതിയൊരു വീട്ടിലേക്കൊക്കെ ഇരുന്ന് അവിടെ കാക്കുവിൻ്റെ ഒരു കുറവ് എപ്പോഴും ഉണ്ട് കേട്ടോ. അത് അത് നികത്താനാവാത്തൊരു കുറവാന്നൊക്കെ പറയില്ലേ. കാരണം കാക്കു ഒരു ദിവസത്തിനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്ന പോലെ ഭയങ്കര പൊലിവാന്ന് കേട്ടോ. നമുക്കൊക്കെ നമ്മൾ പെരുന്നാളാണെന്നൊക്കെ പറയില്ല, അതുപോലെയാണ് കാക്കു ഒരു ദിവസത്തിന് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു 4 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇത് കഴിക്കാൻ കാക്കും കൂടെ വന്നിരുന്നെങ്കിൽ അപ്പോൾ നിങ്ങൾ വരൂ ആ ഒരു മൈൻഡായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. കാക്കുവിന് അധികം ഈ ഒരു വർഷം ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, തീരെ ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്താ ഈ ചേട്ടന് അങ്ങനെ ആ ഒരു കാര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാ ഞാൻ 2024 ജനുവരി തുടങ്ങുന്നതിന് മുമ്പേ ഡിസംബറിലില്ലേ എൻ്റെ കയ്യിലൊരു ഡയറി ഉണ്ട് കേട്ടോ. ആ ഒരു ഡയറിയിൽ ഞാൻ ഓരോ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 2024 ഡിസംബർ ആവുന്നതിൻ്റെ ഉള്ളിൽ, അടുത്ത വർഷം തുടങ്ങുന്നതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ അച്ചീവ് ചെയ്യണം, എന്തൊക്കെയാണ് എൻ്റെ ലക്ഷ്യങ്ങൾ, എനിക്ക് എന്തൊക്കെ നേടിയെടുക്കണം, അതിലെന്തൊക്കെ നേടാൻ പറ്റും, ഇഷ്ടമുള്ളതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നമ്മൾ നേടിയെടുക്കുന്ന ആ കാര്യങ്ങളിൽ ടിക്ക് വരുമ്പോൾ അപ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല, അറിയില്ലേ, അത്രത്തോളം സന്തോഷമാണ് കേട്ടോ. കാരണം ഓരോ കാര്യങ്ങളും ഇപ്പോൾ വീടിരിക്കൽ ഞാൻ എഴുതി വെച്ചിട്ടുള്ളതായിരുന്നു, അത് ടിക്കിട്ടു. പിന്നെ യൂട്യൂബ് മോണിറ്റൈസേഷൻ അത് ടിക്കിട്ടു. പിന്നെ അതേപോലെ എന്താ പറയുക 3000 സബ്സ്ക്രൈബേഴ്സ് അത് ടിക്കിട്ടു. 3000 കഴിഞ്ഞ് 4000 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ ടിക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ടിക്കിടാത്തത് ആലോചിക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും, പക്ഷേ അത്ര വലിയ സങ്കടമൊന്നും തോന്നില്ല. അടുത്ത വർഷം അത് നമുക്ക് നേടിയെടുക്കാമല്ലോ അങ്ങനെയുള്ളൊരു എന്താ പറയുക, ഒരു മനസ്സിക്കൊരു ഒരു ചിന്ത വരും കേട്ടോ. അപ്പോൾ ഇനി 2025 തുടങ്ങുകയാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ എഴുതി വെക്കണം, എന്തൊക്കെ ചെയ്യണം. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെ ഞാൻ തന്നെ സ്വയം ചെയ്ത് അങ്ങനെയൊക്കെയുള്ളൊരു ആഗ്രഹങ്ങളാണ് കേട്ടോ. എനിക്കങ്ങനെ ആരെയും എന്നെയും കൊണ്ട് കഴിയുന്ന കാര്യത്തിന് ഞാൻ വേറെ ആരെയും ബുദ്ധിമുട്ടിക്കൂല കേട്ടോ. അപ്പോൾ കാക്കുവിനെ ആണെങ്കിൽ പോലും എന്ത് കാര്യത്തിനാണെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ എനിക്കും സ്വന്തമായിട്ടൊരു വരുമാനം വേണം, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ എല്ലാവരോടും ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളാണ് കേട്ടോ. ഒരാളെ പോലും എനിക്ക് അതിനെ പരിചയം വേണമെന്നൊന്നുമില്ല, ഞാൻ എല്ലാവരോടും നല്ല പോലെ സംസാരിക്കുന്ന ആളാണ്. അപ്പം അങ്ങനെയുള്ള എനിക്ക് ഈ സ്റ്റേജിന്മേൽ കയറാൻ, അതുപോലെ ഇതുപോലെ വീഡിയോയിൽ വന്നും കണ്ട് ഇങ്ങനെ നേരിട്ട് സംസാരിക്കാൻ, ഇതൊക്കെ ഭയങ്കര പേടിയുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ മാറ്റിയെടുക്കണം എന്നുള്ളത്. നമ്മളിങ്ങനെ ഒതുങ്ങിയിരിക്കാൻ താല്പര്യമില്ലാത്തവർക്ക്, ഇതുപോലെ സംസാരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആഗ്രഹമൊക്കെ ഉള്ളവർക്ക്, അങ്ങനെ എന്താ പറയുക, സ്കൂളിൽ പഠിക്കുമ്പോഴൊന്നും അങ്ങനെ ഞാനൊരു സ്റ്റേജ് പ്രോഗ്രാമിനോ ഒന്നിനും കൂടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കാരണം എനിക്ക് ആ ഒരു കാര്യത്തിലൊക്കെ ഭയങ്കര പേടിയാണ്. മറ്റുള്ളവരുടെ മുന്നിൽ നിന്നെങ്ങാണ്ട് സംസാരിക്കുക അങ്ങനെയൊക്കെ പേടിയാണ്. കമ്പനി ആയിട്ട് ആരോട് വേണേലും സംസാരിക്കുന്നതാക്കും, പക്ഷെ അല്ലാണ്ട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടി. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ എനിക്ക് ചെയ്തിട്ട് ആ ഒരു ടിക്കും കൂടെ വീഴ്ത്തണം എന്ന് തോന്നി, അതുകൊണ്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി 2025 എങ്ങനെയായിരുന്നു എന്നും 2025 നമുക്ക് ഇൻഷാ അല്ലാ എന്തൊക്കെ നേടാൻ പറ്റും എന്നുള്ളതും നമുക്ക് വഴിയെ കാണാം കേട്ടോ. എൻ്റെ എന്ത് സന്തോഷങ്ങളാണെങ്കിലും അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ആക്കും ഇൻഷാ അല്ലാ. സങ്കടങ്ങളൊന്നും ഷെയർ ആക്കൂല കേട്ടോ. നമ്മളെന്തിനാ സങ്കടങ്ങൾ ഷെയർ ആക്കിയിട്ട്, നിങ്ങളതല്ലല്ലോ കാണാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ സന്തോഷങ്ങളല്ലേ. അപ്പോൾ ആ സന്തോഷങ്ങൾ നമ്മൾ ഷെയർ ആക്കും. നമ്മൾ എന്തൊക്കെ അച്ചീവ് ചെയ്യണുണ്ട്, നമുക്ക് എന്തൊക്കെ നമ്മൾ എഴുതി വെച്ച എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്, അതൊക്കെ ഞാൻ ഇൻഷാ അല്ലാ നേടിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പറയുന്നുണ്ട്. യൂട്യൂബിൽ തന്നെ ഞാൻ വീഡിയോസിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും തരിക, വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറക്കരുത്. പുതുതായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഇന്നത്തെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് 2024 എങ്ങനെയായിരുന്നു എന്നും ഇനി 2025 നിങ്ങൾക്കും ഇതുപോലെ സ്വപ്നങ്ങളുണ്ടോ, എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളതൊന്ന് ഷെയർ ആക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാൽ പിന്നെ വൈൻഡപ്പ് ചെയ്താലോ, അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.